നല്ല സൂര്യപ്രകാശമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കരുതും രാവിലെയാണ്, അല്ല വൈകുന്നേരം. ഞാൻ നിങ്ങൾക്ക് ഞായറാഴ്ച വൈകുന്നേരം, അതായത് ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇപ്പം എല്ലാവരും എണീറ്റുള്ളൂ. അപ്പം ഞാൻ ഇവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. വാ. എൻ്റെ ചേച്ചിയുടെ വീട് അവിടെ അടുത്തായത് കാരണം അവളെ കൊണ്ടുള്ള ഏറ്റവും വലിയ ഉപകാരം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് അവൾ ക്ലീനിങ്. ഇനി ബാക്കിയുള്ളവരെ ഞാൻ കാണിച്ചു തരാം. ചേച്ചിയുടെ കെട്ടിയതിനെ കുറിച്ച് അത് അവൻ കളിച്ചോണ്ടിരിക്കുക കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഉറങ്ങുന്ന പോലെ അഭിനയിക്കുന്ന എൻ്റെ കെട്ടിയോനും എൻ്റെ ആങ്ങളെയും അതാ ഉണക്കാനിട്ട മീൻ പോലെ കിടക്കണ കണ്ടോ. ഇങ്ങോട്ട് നോക്കുന്നേ. ഏയ് ഏയ് അവരെണീക്കൂല. എടാ നീ അറിഞ്ഞോണ്ട് ഉറങ്ങുക. അവനറിഞ്ഞോണ്ട് ഉറങ്ങുക. എൻ്റെ കെട്ടിയവനാണ് ശരിക്കും ഓസ്കാർ കൊടുക്കേണ്ടത്. കാരണം ഇങ്ങനെ ഇത്രയ്ക്ക് അഭിനയിക്കാൻ എൻ്റെ കെട്ടിയവന് കഴിവുണ്ടെന്ന് ഞാൻ അറിയുന്നില്ല ഇപ്പൊ ഈ നിമിഷ. നോക്കുന്നേ. എൻ്റെ ഓല കൊണ്ടുപോവാൻ നമുക്ക് പോവാം. അർഹതയില്ലാത്തത് നമ്മൾ നിൽക്കരുത്. ഇനി ഞാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ വർക്ക് എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, ഇതൊന്നും ഇവിടെ വെക്കട്ടെ കേട്ടോ. ഇനി ഞങ്ങൾക്കുള്ള കോഴി പണ്ടാറാണ്. ഇവിടുത്തെ കോഴിയൊന്നുമില്ല, എവിടുത്തെയോ കോഴിയാണ്. ഇവിടെ വന്നിട്ട് കൂയിക്കൊണ്ടിരിക്കുക. ഇനി അവളുടെ ക്ലീനിങ് കഴിഞ്ഞു. ഇനി എൻ്റെ പാത്രം കഴിഞ്ഞു. അവൾ തുടയ്ക്കും, ഞാൻ പാത്രം കഴിക്കാൻ മതി. ഓക്കെ, അപ്പോൾ പാത്രം കഴുകുന്ന കാണാം. നിങ്ങൾക്ക് വേണോ പൈനാപ്പിൾ? വേണോ പൈനാപ്പിൾ ഉപ്പിലിട്ടത്? പൈനാപ്പിൾ മാത്രമല്ല കേട്ടോ, നെല്ലിക്ക ഇരിക്കുന്നത്. ഇത്രയും പാത്രങ്ങളായിട്ട് എനിക്ക് കഴുകാനുണ്ട്. കഴുകി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം അടുത്ത പരിപാടി എന്താണ്. പാത്രം കഴുകലൊക്കെ ഞാൻ കഴിച്ചു കഴിഞ്ഞു. പാത്രം കഴിയുമ്പോൾ വേർത്ത പോലാണ് കേട്ടോ അത്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വേർത്തിൻ്റെ അസുഖമുണ്ട്. ഞാൻ എന്താ ഇങ്ങനെ വേർക്കുന്നതെന്ന് എനിക്കറിയില്ല. എനിക്ക് മാത്രമല്ല കേട്ടോ, എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും ഉണ്ട് ഈ ഒരു അസുഖം. അപ്പം എൻ്റെ കെട്ടിയാൻ പറയാറ് വെള്ളം കുടിക്കണം എന്നാ. പോവാണോ? ഓക്കെ ബൈ, ഇട്ടാറ്റെടുത്തേരെ. അങ്ങനെ എൻ്റെ ആങ്ങള അവൻ്റെ വീട്ടിൽ പോവാ. അവൻ്റെ വീടല്ല, ഞങ്ങളുടെ വീട്. ഇപ്പോൾ തുടയ്ക്കാൻ പറ്റില്ല, കുറച്ച് കഴിയട്ടെ. നമുക്കൊരു കട്ടൻ ചായ വെക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എൻ്റെ കെട്ടിയനെ അഭിനയിച്ചുറങ്ങാന്ന്. ശരിക്കും ഉറങ്ങിപ്പോയിട്ടോ, പാവം. നമുക്ക് ചായ കുടിക്കാൻ വിളിക്കാം. ചായ ആയിട്ടൊന്നുമില്ല, എന്നാലും വിളിക്കാം. ഏയ് 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 ചായ വേണ്ടേ? ബാന്നാല് എനിക്ക് അങ്ങോട്ട് ഇതാ പറയുന്നത്. എല്ലാവരും ഉറങ്ങുമ്പോൾ ഒരുമിച്ച് കിടന്ന് ഉറങ്ങണം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കിടന്ന് ഫോണിൽ കളിച്ചുകൊണ്ടിരുന്ന അങ്ങനെയാ. എല്ലാവരും എണീക്കുമ്പോൾ ഒറ്റയ്ക്ക് കിടന്ന് ഉറങ്ങും. കൊച്ചവിടെ കിടന്ന് അച്ചാന്ന് വിളിക്കുന്നുണ്ട്, കണ്ടപ്പടി കേൾക്കുന്നില്ലല്ലോ. ഏയ് ഏയ് ഈ ഫാനൂടെ ഫുൾ സ്പീഡിൽ കറങ്ങിയിട്ട് കണ്ടോ ഞാൻ വേർക്കുന്നു. എന്താണാവോ? അവളെ വേർക്കുന്നുണ്ടോ നോക്കി നോക്കാം. ഞാനിപ്പോ കാറ്റും കൊണ്ടിരുന്ന ഞാൻ കാറ്റ് കൊണ്ടിട്ട് എന്നെ വേർക്കുവാണല്ലോ. ഓക്കെ പിന്നെ
എനിക്ക് ശരിക്കും കട്ടൻ കാപ്പി ഇഷ്ടം. എൻ്റെ കെട്ടിയവന് കട്ടൻ ചായ ഇറങ്ങുള്ളൂ. അത് കാരണം കട്ടൻ ചായ. ഇത് കാപ്പിപ്പൊടിയാണ്. ഞാൻ ഇവിടെ താമസമായതിന് ശേഷം ഇന്നേ വരെ ഇതിൽ നിന്നൊരു കട്ടൻ കാപ്പി ഉണ്ടാക്കാനുള്ള ഇതെനിക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. കട്ടൻ ചായ 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 കുടിക്കാം. ചായ പലഹാരം ഞാൻ കാണിച്ചു തരാം. കഴിച്ച് തിന്നു. കുമ്പ ചൊട്ടിക്ക് ഓ ചുട്ടു നക്കുക. കുഞ്ഞുസൊരു ഹായ് പറഞ്ഞു. കുഞ്ഞുസേ ഇങ്ങോട്ട് നോക്ക് ഒരു ഹായ് പറഞ്ഞേ. അങ്ങനെയാ പറയണേ. ഉമ്മ കൊടുത്തേ ഉമ്മ. അയ്യോ ഇതല്ലേ കിച്ചോട്ട് ആഗ്രഹിച്ച ബിസ്ക്കറ്റ്. അതല്ലേ അതല്ല ഇതല്ലേ തരുമോ? നമുക്കിതെല്ലാം കർമുറുവാ. കുട്ടിയൂർ എന്തായാലും ഇപ്പൊ അണ്ണമ്മ